നമ്മൾ ശ്യാമപ്രസാദ് ഉത്തമലിലേക്ക് പോവുകയാണ്. ശ്യാമ തൃപ്പൂണിത്തുറയിലുള്ള ആശുപത്രിയിലാണുള്ളത്. ശ്യാമ, ഇപ്പോൾ സിനിമാ രംഗത്തെ ഓരോരുത്തരും ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തുകയാണ്. എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? ഇപ്പോൾ നിരവധിയായിട്ടുള്ള സിനിമാ പ്രവർത്തകരും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം ശ്രീനിവാസന്റെ മരണം സ്വാഭാവികമായിട്ടും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇന്നും മലയാളികളുടെ സ്വീകരണ മുറിയിലെ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സീനിൽ വന്ന് മാഞ്ഞു പോകുന്ന ഒരാളാണ് ശ്രീനിവാസൻ. അത്രയേറെ സിനിമകൾ മലയാളികൾക്കായി സമ്മാനിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാപ്രതിഭ സർവ്വ മേഖലകളിലും സിനിമയുടെ കൈവച്ച ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഈ ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രമേശ് പിഷാരടി എത്തി. അല്പസമയം കൂടി കഴിയുമ്പോൾ കെ ബാബു ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സിനിമാ മേഖലയിലെ ഈ മരണവിവരം അറിഞ്ഞ് സിനിമാ മേഖലയിൽ നിരവധി പേരുണ്ട്. ഭാര്യയുമൊത്താണ് ഇങ്ങോട്ടേക്ക് അദ്ദേഹം പോകുന്നത്. രാവിലെ 8 മണിയോടുകൂടി വീട്ടിൽ നിന്നും അമൃത ആശുപത്രിയിലേക്ക് ഡയാലിസിസിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ പോരുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അസ്വസ്ഥതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. പെട്ടെന്ന് അസുഖം കൂടിയതോടുകൂടിയാണ്, ഈ ശ്വാസം മുട്ടൽ കലശലായതുകൂടിയാണ് തൊട്ടടുത്ത ആശുപത്രിയായ ഈ തൃപ്പൂണിത്തുറയിലെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് കയറ്റുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ തീരെ അവശനിലയിലായിരുന്നു എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. കൊണ്ടുവന്ന് അധിക സമയം ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ മൃതദേഹം കാഷ്വാലിറ്റിയിലാണുള്ളത്. ഇവിടെ നിന്നും അല്പസമയം കൂടി കഴിയുമ്പോൾ പുറത്തേക്കിറക്കും. ഈ തൃപ്പൂണിത്തുറ ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടിലേക്കാണ് ഇനി കൊണ്ടുപോവുക. വീട്ടിൽ കൊണ്ടുപോയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളും. ശരി, അങ്ങനെ കുടുംബത്തേതായിട്ടുള്ള പൊതുദർശനം ഉൾപ്പെടെയുള്ള ഓരോ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ നിന്നാണ് ശ്യാമ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ചലച്ചിത്ര മേഖലയിലെ ഓരോരുത്തരും അങ്ങോട്ടേക്കും എത്തുന്നുണ്ട്.